ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 2 ഫെസ്റ്റീവ് ഫൺ. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും ചങ്ങായി വ്ലോഗ് ക്ലാസ് 3 എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ. ഏത് വിഷയമാണെങ്കിൽ ക്ലാസ് 3 മലയാളം എന്ന് അടിച്ചു കൊടുത്താൽ ക്ലാസ് 3 മലയാളം, ചങ്ങായി വ്ലോഗ് ക്ലാസ് 3 ഇംഗ്ലീഷ് എന്ന് അടിച്ചു കൊടുത്താൽ ഇംഗ്ലീഷ്, അങ്ങനെ ഓരോന്നും കിട്ടും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. യൂണിറ്റ് 1 കഴിഞ്ഞു. ഇനി യൂണിറ്റ് 2 ആണ്, ഫെസ്റ്റീവ് ഫൺ. യൂണിറ്റ് 2 ഫെസ്റ്റീവ് ഫൺ. You are invited to the festival of this world and your life is blessed. രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളുടെ ജനഗണമന എഴുതിയ ആളാണ് അദ്ദേഹം അല്ലേ? അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ്. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഉത്സവത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആണ്, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ്? ഈ ലോകത്തിൻ്റെ ഉത്സവങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളും എല്ലാ മക്കളുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഓക്കെ, what does the picture show? What does the picture show? What are the people happy? What does the picture show? ചിത്രത്തിൽ എന്താണ് കാണുന്നത്? The picture shows a birthday celebration. അല്ലേ? അവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. Why are the people happy? എന്തുകൊണ്ടാണ് ആളുകളൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്? ബിക്കോസ് ദേ ആർ സെലിബ്രേറ്റിംഗ് ദ ബർത്ത്ഡേ ഓഫ് ദെയർ ഡിയർ അമ്മു. അമ്മുവിൻ്റെ ബർത്ത്ഡേ ആണ് അവിടെ. ഏതെങ്കിലും ഒരു കുട്ടി ആയിക്കോട്ടെ, അമ്മു, അപ്പു, ബാലു അല്ലേ, ബാബു, ഏതെങ്കിലും ഒരു കുട്ടി നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവിടെ ഒരു ഗേളിൻ്റെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അമ്മു എന്ന് പറയുന്നു അല്ലേ? ദേ ആർ സെലിബ്രേറ്റിംഗ് the birthday of their dear Ammu. Okay, let's sing a song. Happy birthday to you, happy birthday to you, happy birthday dear happy birthday to you. ഈ പാട്ട് നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയും നിങ്ങളുടെ കസിൻസിന് വേണ്ടിയും ഒക്കെ പാടിയിട്ടുണ്ടാവും. നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും ബർത്ത്ഡേ നിങ്ങൾ വീട്ടിൽ ആഘോഷിക്കാറുണ്ടോ? ഓക്കെ, ഫ്രം ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ട്രൂ ഫ്രണ്ട്സ്, ഫ്രം ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ഫ്രണ്ട്സ്, മേ ഗുഡ് ലക്ക് ഗോ വിത്ത് യു ആൻഡ് ഹാപ്പിനെസ് ടു. ഈ വരികൾ നമ്മൾ അങ്ങനെ ചൊല്ലാറില്ല അല്ലേ? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നല്ലത് വരണം എന്ന് തന്നെയാണ് അല്ലേ? ഈ വരികളുടെയും അർത്ഥം എന്താണ്? നല്ലത് വരണം അല്ലേ? ലെറ്റ് us read. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ദ സീ പാലസ്. ദ സീ പാലസ്. സീ പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ കൊട്ടാരം. എ ഗോൾഡ് ഫിഷ് വാസ് swimming in the sea. He saw many of his friends moving in the same direction. ഒരു ഗോൾഡ് ഫിഷ് കടലിൽ കൂടെ നീന്തുകയായിരുന്നു. അപ്പോൾ അവൻ കണ്ടു അവൻ്റെ ഫ്രണ്ട്സിൽ പലരും ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ പോകുന്നു. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. എ സ്റ്റാർ ഫിഷ്, ഒരു നക്ഷത്ര മത്സ്യം തിരകളിൽ പൊങ്ങിക്കിടക്കുന്നതാണ് അല്ലേ? എ ജെല്ലി ഫിഷ് സ്പാർക്ഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ജെല്ലി ഫിഷ് നീല ജലത്തിൽ ഇങ്ങനെ തിളങ്ങുകയാണ്.
കടലിലെ ജലം നീലയാണല്ലോ. ഡോൾഫിൻസ് വേർ ഡാൻസിങ്. ഡോൾഫിൻസ് എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് പൊന്തിയും താഴ്ന്നൊക്കെ ചാടി കളിക്കും അല്ലേ? അവർ ഡാൻസ് ചെയ്യുകയായിരുന്നു. വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. അപ്പോൾ നമ്മൾ ഗോൾഡ് ഫിഷിൻ്റെ തോട്ട് എഴുതാനൊരു സ്ഥലം അവിടെ തന്നിട്ടുണ്ട്. അവിടെ വേർ ആർ ദേ ഗോയിങ് എന്ന് എഴുതി കൊടുക്കുക. ഹി ഫോളോഡ് ദം. അവരൊക്കെ എങ്ങടാ പോകണമെന്ന് ആലോചിച്ചിട്ട് ഈ സ്വർണ്ണ മത്സ്യവും അവരെ പിന്തുടർന്നു. ഹി ഫോളോഡ് ദം. ഇൻ ദ ഡീപ് സീ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. ഡീപ് സീ, കടലിൻ്റെ ആഴത്തിൽ, നല്ല ആഴത്തിൽ ചെന്നപ്പോൾ അവൻ ഒരു സുന്ദരമായ ഗ്ലാസ് പാലസ് കണ്ടു. അതായത് പളുങ്ക് കൊട്ടാരം എന്ന് പറയാം. ഗ്ലാസ് പാലസ് കണ്ടു. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഗ്ലാസ് പാലസ്. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജംസ് ആൻഡ് പേൾസ്. അത് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരുന്നത്? രത്നങ്ങളും മുത്തുകളും കൊണ്ട്. ജംസ് എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ, പേൾസ് മുത്തുകൾ. ദ ഡോഴ്സ് ഓഫ് ദ പാലസ് വേർ വൈഡ് ഓപ്പൺ. എന്താണ്? കൊട്ടാരത്തിൻ്റെ ഡോറുകളൊക്കെ മലർക്ക തുറന്നിട്ടിരുന്നു. വൈഡ് ഓപ്പൺ. ഓക്കെ. ദ ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? സ്വർണ്ണ മത്സ്യവും കൂട്ടുകാരും പാലസിലെത്തി. ഇനി എന്ത് സംഭവിക്കും? ഉള്ളിൽ കിടക്കണ്ടേ? ദ മെർമെയ്ഡ്. മെർമെയ്ഡ് മത്സ്യകന്യക. നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവൂലേ? മത്സ്യത്തിൻ്റെ പോലെ ഉടലൊക്കെ ഉള്ള, തല മാത്രം മനുഷ്യൻ്റെ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ മത്സ്യകന്യക എന്ന് പറയും. അവരത് വേഷം കെട്ടുകയാണ്. മത്സ്യത്തിൻ്റെ പോലെയുള്ള ഡ്രസ്സ് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വെള്ളത്തിൽ അവരിങ്ങനെ നീന്തി കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിനൊക്കെ നമ്മൾ പറയുന്നത് മെർമെയ്ഡ് എന്നാണ്. ദ മെർമെയ്ഡ്. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. അവരവിടെ എത്തിയപ്പോൾ ഒരു സുന്ദരിയായ മത്സ്യകന്യക വാതിൽക്കൽ അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രിറ്റി ഷീ ഈസ് എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. ഹൗ പ്രിറ്റി. പ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് സുന്ദരിയാണ് അവൾ. ഹൗ പ്രിറ്റി ഷീ ഈസ്. സ്വർണ്ണ മത്സ്യം ഇങ്ങനെ അത്ഭുതത്തോടെ പറയാണ്. എക്സ്ക്ലെയിംഡ് അത്ഭുതപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. ആൾ ഓഫ് ദം സെഡ് ടുഗദർ. അപ്പോൾ എന്താണ് പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. ഇവരെന്തിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? ജൂലിയ, പ്രിൻസസ് ജൂലിയയുടെ ബർത്ത്ഡേക്കാണ് വന്നിരിക്കുന്നത്. അവർ ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പറയാണ് വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ് ആൾ ഓഫ് ദം സെറ്റ് ടുഗദർ. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു. ആരൊക്കെയാണത്? ഗോൾഡ് ഫിഷ്, ജെല്ലി ഫിഷ്, സ്റ്റാർ ഫിഷ്, അതുപോലെ തന്നെ ഡോൾഫിൻസ് ഉണ്ട് അല്ലേ? അവരെല്ലാവരും കൂടി പറയാണ് ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? തിളങ്ങുന്ന ലൈറ്റാണ്. ഗ്ലിൻറ്റിംഗ്, തിളങ്ങുന്ന, ഗ്ലിൻറ്റിംഗ് ലൈറ്റ്. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. വെയിൽസ് ഉണ്ട്, കുറേ വെയിൽസ് വന്നിട്ടുണ്ട്. വെയിൽസ് എന്ന് പറഞ്ഞാൽ തിമിംഗലങ്ങൾ. വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. തിമിംഗലങ്ങൾ എന്താ കൊണ്ടുവന്നത്? തിളങ്ങുന്ന വളകൾ. ദ ഡോൾഫിൻസ് കാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഫ്രാഗ്രൻറ്റ് മണമുള്ള, സുഗന്ധമുള്ള, ഫ്ലവേഴ്സ് പൂക്കൾ. ഡോൾഫിൻസ് സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുവന്നു. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ, അവിടുത്തെ പ്രിൻസസ് രാജകുമാരി, സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. കം ഓൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. എന്താ പറയണത്? താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. കം ഓൺ ലെറ്റ് us ബിഗിൻ ദ പാർട്ടി. എല്ലാവരും അകത്തേക്ക് വരൂ, നമുക്ക് പാർട്ടി തുടങ്ങാറായി. പാർട്ടി തുടങ്ങാം.
അങ്ങനെ. ദർ വാസ് എ ബിഗ് കേക്ക് ഓൺ എ ടേബിൾ ഇൻ ദ ഹാൾ. അവിടെ ടേബിളിൽ വലിയൊരു കേക്ക് ഉണ്ടായിരുന്നു. ദ പാർട്ടി ബിഗാൻ. അങ്ങനെ പാർട്ടി തുടങ്ങി. ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി? എങ്ങനെയായിരിക്കും, ഹൗ വിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ പാർട്ടി തുടങ്ങുന്നത്? എങ്ങനെയായിരിക്കും അവർ പാർട്ടി തുടങ്ങുന്നത്? ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി? ബൈ കട്ടിങ് എ കേക്ക്, അല്ലേ? ആയിരിക്കും, എല്ലായിടത്തും അങ്ങനെയല്ലേ, കട്ട് ചെയ്യാണ്, കേക്ക് കട്ട് ചെയ്യുക. ബൈ കട്ടിങ് എ കേക്ക് ആൻഡ് സിംഗിങ് എ ബർത്ത്ഡേ സോങ്. അങ്ങനെയാണ്, കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ സോങ് ഒക്കെ പാടിയിട്ടായിരിക്കും അവർ എങ്ങനെ പാർട്ടി തുടങ്ങുന്നത്. ഓക്കെ. ദ ബർത്ത്ഡേ പാർട്ടി, ബർത്ത്ഡേ വിരുന്ന്. ഓക്കെ. പ്രിൻസസ് ജൂലിയ വെൻറ്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. ജൂലിയ രാജകുമാരി മേശയുടെ അടുത്ത് വന്ന് കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അവൾ ക്രൗൺ വെച്ചിട്ടുണ്ട്. എങ്ങനത്തെ ക്രൗണാണ്, എങ്ങനത്തെ കിരീടമാണ്? വജ്ര കിരീടം. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ വജ്രം, എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഡയമണ്ട്, അല്ലേ? ഡയമണ്ടിൻ്റെ കിരീടമൊക്കെ വെച്ച് അവൾ വളരെ സുന്ദരിയായി കാണപ്പെട്ടു. ആൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും കൈയടിച്ച് പാട്ടുപാടി. എന്ത് പാട്ടാണ്? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, അല്ലേ? ആ പാട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ജന്മദിനാശംസകൾ ജൂലിയ രാജകുമാരി. ഓക്കെ. എവ്രി വൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ. എല്ലാവരും ജൂലിയയ്ക്ക് ഗിഫ്റ്റുകൾ കൊടുത്തു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. നിങ്ങളെല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവളാണ്, അല്ലേ? ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. നമുക്ക് നൃത്തം ചെയ്യാം, ആനന്ദിക്കാം, സന്തോഷിക്കാം. സെഡ് ദ പ്രിൻസസ് സ്മൈലിംഗ്. പ്രിൻസസ് പറഞ്ഞപ്പോൾ നല്ല പുഞ്ചിരിച്ചു കൊണ്ടാണ് പറഞ്ഞത്. ദ മ്യൂസിക് ബിഗാൻ. അങ്ങനെ സംഗീതം ആരംഭിച്ചു, മ്യൂസിക് തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദ ഫീസ്റ്റ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഘോഷം, സദ്യ, വിരുന്ന്, ഇതൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. നമുക്ക് സദ്യ കഴിക്കാം. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. പ്രിൻസസ് ക്ഷണിച്ചു. എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. സോ യമ്മി. എന്താണ്? ഓ, എന്ത് സ്വാദാണ്. സോ ഡെലിഷ്യസ്. എത്ര രുചികരമാണ്. എ സ്റ്റാർ ഫിഷ് ലിക്ക്ഡ് ഹിസ് പ്ലേറ്റ്. ഒരു നക്ഷത്ര മത്സ്യം അവൻ്റെ ആ പ്ലേറ്റ് ഇങ്ങനെ നക്കിക്കൊണ്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞാണ്? സോ യമ്മി, സോ ഡെലീഷ്യസ്. ഓക്കെ. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗപ്ഡ് എ ബിഗ് പീസ്. എന്താണ് ഗപ്ഡ് എന്ന് പറഞ്ഞാൽ? വിഴുങ്ങ. ഗൾപ്ഡ്. ചോക്ലേറ്റാണ് എനിക്ക് നല്ല ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു സ്രാവ് ഒരു വലിയ കഷ്ണം ചോക്ലേറ്റ് അങ്ങോട്ട് വിഴുങ്ങി. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. ജ്യൂസ് വളരെയധികം നല്ലതാണ്, ഉന്മേഷം തരുന്നുണ്ട്. എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. ജെല്ലി ഫിഷ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പറയാണ് ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. എന്ത് നല്ല ഉന്മേഷം തരുന്നുണ്ട് ഈ ജ്യൂസ്. എ ജെല്ലി ഫിഷ് സിപ്ഡ്. സിപ്ഡ് എന്ന് പറഞ്ഞാൽ മുത്തി കുടിക്കുക, ലാസ്റ്റ് തുള്ളിയും മുത്തി കുടിച്ചുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. പെട്ടെന്ന് ഒരു ഡോൾഫിന് നല്ല ശബ്ദത്തിൽ വിസിൽ മുഴക്കി. വാട്ട്സ് ഹാപ്പനിങ്? ആസ്ക്ഡ് ദ ഷാർക്ക്. എന്താണ് സംഭവിക്കുന്നത്? ഷാർക്ക് ചോദിച്ചു.
എന്താണ് ഇപ്പോൾ ഡോൾഫിൻ വിസിലടിക്കാൻ കാരണം? വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ? വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ? എന്തുകൊണ്ടാണ് ഡോൾഫിൻ വിസിലടിച്ചത്? ദർ മൈറ്റ് ബി സം ഡേഞ്ചർ. അവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിരിക്കാം. ദർ മസ്റ്റ് ബി സം ഡേഞ്ചർ. എ ത്രെറ്റ്, ഒരു ഭീഷണി, ഒരു ഡേഞ്ചർ അവിടെ ഉണ്ട്. സോ ദ ഡോൾഫിൻ വിസിൽ. അല്ലേ? ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ, എക്സ്ക്ലെയിംഡ് ദ ഡോൾഫിൻ. ഡോൾഫിൻ പറയാണ്, മനുഷ്യൻ വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിൽ തള്ളാൻ വേണ്ടി വരുന്നുണ്ട്. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ, വീണ്ടും വരികയാണ്. ടു ഡംപ്, ഡംപ് എന്ന് പറഞ്ഞാൽ തള്ളുക. മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ, കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളാൻ വേണ്ടി വരുന്നുണ്ട്. ഓൾ ബിക്കെയിം ആംഗ്രി, എല്ലാവർക്കും ദേഷ്യം വന്നു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് തിന്നിട്ട് മരിച്ചു. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, ഗ്രൗണ്ട് ഹിസ് ടീത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? പല്ലുവിനെ ഞെരിക്കുക, അല്ലേ? വി ഷുഡ് സ്റ്റോപ്പ് ദം, നമുക്കവരെ തടയണം. ദേ സെഡ് ടുഗദർ, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ഡോണ്ട് വറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ. നീലത്തിമിംഗലം പറഞ്ഞു, വിഷമിക്കേണ്ട കൂട്ടുകാരെ, ഡോണ്ട് വറി, ഐ ആം ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ദ വേൾഡ്. ഞാനാണ് ഈ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അനിമൽ, ഏറ്റവും വലിയ ജീവി ഞാനാണ്. ഐ വിൽ ഡ്രൈവ് ദം എവേ, ഞാൻ അവരെയൊക്കെ ഇവിടുന്ന് ഓടിച്ചു കൊള്ളാം. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. അവൾ ഒരു സ്വിഫ്റ്റ് ടേൺ അങ്ങോട്ട് എടുത്തു, വാല് ചുഴറ്റിക്കൊണ്ടൊരു ടേൺ എടുത്തിട്ട് വേഗത്തിൽ പോയി. ദ ഷാർക്ക് ഫോളോഡ് ഹെർ, ഷാർക്ക് അവളെ പിന്തുടർന്നു. വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? നീലത്തിമിംഗലം എന്തു ചെയ്യും? ദ ബ്ലൂ വെയിൽ വുഡ് ഡ്രൈവ് ദ മെൻ എവേ. അത് പറഞ്ഞിട്ടല്ലേ പോയത്? ഐ വിൽ ഡ്രൈവ് ദം എവേ. അപ്പോൾ ബ്ലൂ വെയിൽ അതേപോലെ തന്നെ ബ്ലൂ വെയിൽ വുഡ് ഡ്രൈവ് ദ മെൻ എവേ, മനുഷ്യന്മാരൊക്കെ തുരത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തുരത്തി. വാട്ട് ഈസ് ദ ത്രെറ്റ് മെൻഷൻഡ് ദർ? എന്താണ് ഇവിടെ ത്രെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്? ഒരു ഭീഷണി. ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ, അതാണ് ഇവിടുത്തെ ഭീഷണി, അല്ലേ? എല്ലാവർക്കും ഈ വേസ്റ്റ് ഒരു ഭീഷണിയാണ്. അപ്പോൾ ഇവിടുത്തെ ഭീഷണിയും എന്താണ്? ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഫോർഗിവ്നെസ്. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻറ്റ് നിയർ ദ ബോട്ട്. ഷാർക്ക്, സ്രാവും ഉണ്ട്, വെയിൽ നീലത്തിമിംഗലും ഉണ്ട്, ബ്ലൂ വെയിലും ഉണ്ട്. അവർ ബോട്ടിൻ്റെ അടുത്തെത്തി. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. സ്രാവ് അതിൻ്റെ വാലുകൊണ്ട് ഈ ബോട്ടുമിൽ അടിച്ചു. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. എന്താണ്? മെൻ ഇൻ ദ ബോട്ട്, ബോട്ടിലെ ആളുകളൊക്കെ പേടിച്ചു വിറച്ചു. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്, അവർ ഹെൽപ്പിന് വേണ്ടി നിലവിളിച്ചു. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ. ആ സമയത്ത് ജൂലിയ രാജകുമാരിയും മറ്റുള്ളവരും ഒക്കെ അവിടെ എത്തി. റീച്ച്ഡ് ദർ, എത്തി. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൻഡ് ഹെർ ക്ലോസ്. ഞാൻ അതിനൊക്കെ കടിച്ചു മുറിക്കുന്ന എന്ന് പറഞ്ഞിട്ട് ക്രാബ്, ഞണ്ട്, അതിൻ്റെ ക്ലോസ് ഒക്കെ വിടർത്തി. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്, വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. എന്താ പറയുന്നത്? ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ ഇനി ഒരിക്കലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഈ കടലിൽ ഇടില്ല, ഡംപ് ചെയ്യാൻ വരില്ല, തള്ളാൻ വരില്ല. അതുകൊണ്ട് ഡോണ്ട് ഹേർട്ട് അസ്. ദ മെൻ ബെഗ്ഡ്. ആളുകളൊക്കെ യാചിച്ചു. ഓക്കെ. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. നിങ്ങൾ ഞങ്ങളുടെ കടൽ മലിനമാക്കുന്നു. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈവ്സ്. നിങ്ങൾ ഞങ്ങളുടെ ജീവനുകളെ തന്നെ നശിപ്പിക്കുന്നു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. വാണ്ട് പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. അങ്ങനെ
ജൂലിയ അവരോട് പറഞ്ഞു ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്, അപ്പം ഇങ്ങനെ ക്ഷമിക്കില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവരെ വിട്ടയച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻഡ് ദ വേവ്സ്. അപ്പം എന്താണ് റേസ് ഓഫ് ദ സൺ? സൂര്യരശ്മികൾ വേവ്സിനെ, തിരമാലകളെ തിരമാലകൾ തട്ടി തിളങ്ങി. ഓക്കെ, വാട്ട് ഡിഡ് ദ ഷാർക്ക് ഡു? എന്താണ് ഷാർക്ക് ചെയ്തത്? വാട്ട് ഡിഡ് ദ ഷാർക്ക് ഡു? ഷാർക്ക് എന്താ ചെയ്തത്? ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. അല്ലേ? ദ ഷാർക്ക് ബീറ്റ് അടിക്കുക, ദ ബോട്ടിൽ അടിച്ചു, വിത്ത് ഹിസ് ടെയിൽ അവൻ്റെ വാലുകൊണ്ട് അവൻ ബോട്ടിൽ അടിച്ചു. അതാണ് ഷാർക്ക് ഇവിടെ ചെയ്യുന്നത്. ഷാർക്ക് അപ്പം പറയുന്ന എന്താണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്താണ് പറഞ്ഞു വന്നിരുന്നത്? ബോട്ടിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിരുന്നത്? അപ്പം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? അവസാനമായിട്ട് രാജകുമാരി എന്താ പറഞ്ഞത്? യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അല്ലേ? അത് പറയല്ല, വാൺ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്, താക്കീത് കൊടുക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ്, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് രാജകുമാരി അവർക്ക് താക്കീത് നൽകി അവരെ പോകാൻ അനുവദിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ബ്ലൂ വെയിൽ എന്താണ് അവിടെ പറയുന്നത്? ഗോ അവേ ഓർ വി വിൽ കിൽ യു. അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഗോ അവേ ഓർ വി വിൽ കിൽ യു. ദൂരെ പോ, ഒഴിഞ്ഞു പോ, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും എന്നാണ് പറയുന്നത്. വി വിൽ കിൽ യു. ഇതിൽ കുറേ ന്യൂ വേർഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ യൂണിറ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അതേപോലെ നമ്മുടെ ആദ്യത്തെ ടെൻഡർ ടച്ചിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടും. ചങ്ങായി വ്ളോഗിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക, അതിൽ എല്ലാ ആക്ടിവിറ്റീസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.